പള്ളിയിൽ വന്നിട്ട് നോമ്പുതുറയുടെ സമയത്ത് അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അയാള്. എന്നിട്ട് അയാൾ നമ്മൾ കാണാറുണ്ട്, വാഴയിലയിൽ ഫുഡ് കഴിച്ചാലും പ്ലേറ്റിൽ ചോറ് കൊടുത്താലും അദ്ദേഹം ഇങ്ങനെ വിരളൊക്കെ ഊറി കൈയൊക്കെ ഇങ്ങനെ നക്കി തുടച്ചെടുക്കുന്ന സ്വഭാവമുണ്ട് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്കറിയാവുന്നത്. അപ്പൊ ഇയാൾ ആ പാത്രത്തിൽ തൊട്ട് നിൽക്കുന്നതിനെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ അപമാനിച്ചത് എന്തായാലും താങ്കളുടെ ആ ഒരു നിങ്ങളുടെ നിലവാരത്തെ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ നിലവാരം തന്നെയാണ് ഇടിഞ്ഞു താഴുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോ ആര് പറഞ്ഞാലും ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. അയാൾ അവിടെ നിങ്ങൾക്കൊപ്പം വന്നു, നിങ്ങൾക്കൊപ്പം ഇരുന്നു, ഭക്ഷണം കഴിച്ചു, സന്തോഷമായിട്ട് അയാൾ മടങ്ങിപ്പോയി. അത് ഇലക്ഷന്റെ ഭാഗമായിക്കോട്ടെ, ആരുടെയെങ്കിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടോ ആയിക്കോട്ടെ, ഒപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ട് തിരിഞ്ഞു നിന്ന് കാലുമടക്കി അടിക്കുന്ന സ്വഭാവം നല്ലതല്ല ഉസ്താദെ. അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. നിങ്ങൾ കഞ്ഞി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കഞ്ഞിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തെ അപമാനിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. പക്ഷെ അയാൾക്ക് കൊടുക്കേണ്ട മറുപടി നിങ്ങൾ അയാൾക്ക് കൊടുക്കണമായിരുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ വിളിച്ചോ വിളിച്ചില്ലേ എനിക്കറിയത്തില്ല, ചിലപ്പോൾ വലിഞ്ഞു കയറി വന്നതായിരിക്കും, ചിലപ്പോൾ അല്ലാതെ വന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് സന്തോഷത്തോടു കൂടി മടങ്ങിയ ആ ഒരു മനുഷ്യനെ ഒരു നേരത്തെ അന്നം കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ നിലവാരം തന്നെയാണ് ഇടിഞ്ഞു താഴ്ന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ ഉസ്താദിന് പ്രിയപ്പെട്ട ആളുകളൊക്കെ വന്നിട്ട് നമ്മളെ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പറയേണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും.